നാളെ ജൂൺ 5 ആണ് അല്ലേ? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ, ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്തിനാണ് നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ആചരിച്ചു വരുന്നത്? എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെടിയൊക്കെ തന്നു വിടുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യകത, എന്താണ് എന്നെ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തിനാണ് ഈ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിനം നമ്മൾ എന്തിനാണ് ആചരിക്കുന്നത്? ഓരോ വർഷവും ഇതിന് ഓരോ തീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സന്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വർഷത്തെ എന്താണ് എന്നുള്ളതെല്ലാം അറിയണ്ടേ? അപ്പോൾ അതെല്ലാം പറഞ്ഞു തരാനായിട്ടാണ് മിസ് ഈ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കൂൾസിലേക്ക് എന്തായാലും ഒരു കോമ്പറ്റീഷനും, അതായത് ക്വിസ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യണം, അതെന്തായാലും കാണണം കേട്ടോ. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ് നാളെ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു ഭൂമി, നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ കേരളമോ നമ്മുടെ ഇന്ത്യയോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു കൺട്രി എന്താണ് നമ്മുടെ ഭൂഖണ്ഡോ അതൊന്നുമല്ല, കോണ്ടിനെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ മൊത്തത്തിൽ എല്ലാവരും എന്താണ്, ഒരു എർത്തിലാണ് അല്ലേ? നമ്മളൊരു ഭൂമിയിലാണ്, ഒരു ഭൂമിയുടെ കൊടക്കീഴിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഈ ഒരു എർത്തിനെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ? നമ്മൾ ഈ ഭൂമിനെ, നമ്മൾ നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിനെ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് അല്ലേ? അപ്പം നമ്മുടെ വീട് എന്ന് പറയുന്നത് ആക്ച്വലി അതാണ് അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു എർത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ജൂൺ 5 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് എപ്പോൾ തൊട്ടാണ് നമ്മൾ ഇങ്ങനെ ആചരിച്ചു വന്നതെന്ന് ചോദിച്ചാൽ 1973 ശേഷം 1973 മുതലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത് 1973 മുതലാണ്. ഇതാരാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് ലീഡ് ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, UNEP. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ നാളെ ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ UNEP ആണ് ഇങ്ങനെ ഒരു പരിപാടി എന്താണ് സംഘടിപ്പിച്ച് വരുന്നത്, എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിച്ച് വരുന്നത്. ഇനി ഇത്തവണത്തെ നമ്മുടെ തീം, ഓരോ വർഷവും ഈ ഒരു തീം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2025 ഈ ഒരു വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം നിർത്തലാക്കുക. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയാണ് ഈ വർഷത്തെ നമ്മുടെ പരിസ്ഥിതി ദിനം നമ്മൾ കൊണ്ടാടുന്നത്. ഓക്കെ, അപ്പോൾ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചില പ്ലാസ്റ്റിക്സ് അപ്പാട് നമ്മൾ നിരോധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റിഫ്യൂസ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. ചില പ്ലാസ്റ്റിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാനായിട്ട് പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക്സ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഹരിതകർമ്മ സേനയൊക്കെ വരുന്നുണ്ടായിരിക്കും. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അല്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രം നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധാ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും അല്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രം നമ്മൾ ഒരു ചാക്കിലാക്കി വയ്ക്കും. ലാസ്റ്റ് മന്ദനിൽ ചേച്ചിമാർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, വീട്ടുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളായാൽ പോലും ഇത് ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളൊരു ചെറിയൊരു മിഠായി കഴിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും, കുഞ്ഞൊരു പ്ലാസ്റ്റിക് കടലാസ് അല്ലേ, അല്ലെങ്കിൽ കുഞ്ഞൊരു മിഠായി കവറല്ലേ നിലത്തിട്ടേക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞു മിഠായി കവർ മതി നമ്മുടെ മൊത്തം ഈ ഒരു സിസ്റ്റം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ബീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെതിരെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, മിഠായി കവറുകളൊന്നും താഴെ ഇടാതെ നോക്കുക. ഇനിയിപ്പോൾ ആരുടെങ്കിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണോ? ഒരിക്കലും അല്ല. അതെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് ഇടേണ്ട സ്ഥലത്ത് അല്ലെ, പ്ലാസ്റ്റിക് എവിടെയാണോ നിങ്ങൾ ഇടേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, നിക്ഷേപിക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ശീലിക്കുക. കാരണം ഇത് നമ്മുടെ ഭൂമിയാണ് അല്ലേ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞാനും നിങ്ങളും എല്ലാവരും ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു പരിപാടി നടത്തുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയോ? ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ഇത്തവണ ഈ ഒരു പരിപാടി നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഇത്തവണ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഇത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു തവണ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം അല്ലേ? നമുക്ക് വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ കപ്സ് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് ഒരു സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് 2040 ആകുമ്പോഴത്തേക്കും, ഇപ്പം നമ്മൾ 2025 അപ്പോൾ ഇത് മാറി എന്താണ്, നമ്മൾ 2040 ആകുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു വേൾഡ് നമുക്ക് വേണം. നമ്മുടെ ഈ ഒരു മൊത്തം
നമ്മുടെ ഈ ഒരു വേൾഡ് എന്ന പ്ലാസ്റ്റിക്സ് ഒഴിവാക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് വേണം. അതാണ് 2040 ആകുമ്പോഴത്തേക്കും. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പീപ്പിൾസിന് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക, അല്ലേ? എന്തിനെക്കുറിച്ചിട്ട്? പൊല്യൂഷൻസിനെ കുറിച്ചും ഡീഫോറസ്റ്റേഷനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും. അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫലങ്ങളാണ് ഇതൊക്കെ. ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ദിവസം ചെയ്യുന്ന കാര്യം. അതായത് വെറുതെ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചെടിയും വാങ്ങി വീട്ടിലേക്ക് പോകാന്നുള്ളത് മാത്രമല്ല, എന്തൊക്കെ നമ്മൾ ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പൊല്യൂഷൻ, നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ, വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും, അതുപോലെ തന്നെ ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക്സിനെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും എന്താണ് വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നതും ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ ചുറ്റും മഴ പെയ്യുന്ന സമയത്ത് മഴയല്ല വെയിലാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എന്ത് തന്നെയാണ്? ഈ പൊല്യൂഷൻസ് കാരണമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻസ് എടുക്കണം. ഓക്കെ, ആക്ഷൻസ് എടുക്കണം. നമ്മുടെ ഗവൺമെൻറ്റ്സിനോട് ഒക്കെ നമ്മളിത് പറയണം, അല്ലേ? എന്താണ്? നമ്മുടെ ഈ ഒരു എർത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് മലിനീകരണം നിർത്തലാക്കുക മാത്രമല്ല, നമ്മുടെ ഈ ഒരു എർത്തിനെ, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങൾ. അതുകൊണ്ടാണ് ജൂൺ 5 എല്ലാവരും എന്താണ് ഒരു തൈ നടാമെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു തൈയൊക്കെ നമുക്ക് തരുന്നു. അപ്പോൾ മിസ് പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇത്. ഒരു തൈ നമുക്ക് തരും, എന്നിട്ട് നമ്മളോട് അതിനൊരു പേരൊക്കെ ഇട്ട് അതിനെ നട്ട് നിറച്ച് വളർത്താൻ പറയും. ഒരു ഡയറി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു മിസ്സിന് അറിയില്ല. മിസ് പഠിക്കുന്ന കാലത്ത് ഒരു ഡയറി ഉണ്ടായിരുന്നു. മിസ്സിന് കിട്ടിയത് കണിക്കൊന്നയായിരുന്നു. മിസ് പേരൊക്കെ ഇട്ട്, കിങ്ങിണി എന്ന് പേരൊക്കെ ഇട്ട് ഡെയിലി നമ്മളിങ്ങനെ ഡയറി എഴുതും. കിങ്ങിണി എത്രത്തോളം വളർന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഡയറി ഒക്കെ ഉണ്ട്. ഡയറി ഒക്കെ ടീച്ചർ ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ട്രീസ് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ തൈകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് യൂസ് നിങ്ങൾ മാക്സിമം കുറയ്ക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് സേവ് ചെയ്യുക. കിട്ടുന്ന വെള്ളം നന്നായിട്ട് സേവ് ചെയ്യുക. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുക. അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. കാടൊന്നും കയറാതിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മൾ ഈ ഒരു വേൾഡിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ മെയിൻ തീം പ്ലാസ്റ്റിക്കിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു മൊത്തം വേൾഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ മൊത്തം എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് മുതിർന്നവർ മാത്രമല്ലേ അത് ചെയ്യേണ്ടേ എന്ന് വിചാരിച്ച് എൻ്റെ കുട്ടികൾ ഇരിക്കേണ്ട. നമ്മൾ ഓരോരുത്തരും ഇത് ഈ ഒരു പ്രായത്തിൽ തന്നെ ശീലമാക്കണം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും അത് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നാളത്തെ നമ്മുടെ ജൂൺ 5 സെലിബ്രേഷനിൽ നിങ്ങളും എന്താണ് ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളും ചെയ്യുക. നമ്മുടെ ഈ ഒരു എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഹാപ്പി എൻവയോൺമെൻറ്റ് ഡേ.